അപ്പൊ ഗായ്സ് നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ് ഗായ്സ്. കുവൈറ്റ് എന്ന് പറഞ്ഞ വളരെ മനോഹരമായ രാജ്യത്ത് ഫെബ്രുവരി അവർ വളരെ വലിയൊരു ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. കാരണം നമ്മൾ ഈ മാസത്തിൽ ഇവിടെ ലൈറ്റ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ലൈറ്റ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ബസ്സിലാണ് വന്നത്. ബസ്സിന് പടം കാണിച്ചിട്ടുള്ള ബസ്സിന് ഫ്രണ്ടിൽ വരെ ലൈറ്റ് ഇട്ടുകൊണ്ടുള്ള ബസ്സാണ്. ആണ് ഗൈസ് ഇവിടുത്തെ മെമ്പേഴ്സ്. അതെ 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 നമ്മുടെ മെയിൻ അങ്ങനെ ബസ് പോയിരിക്കുകയാണ്. ഇനി നടന്നാണ് വീട്ടിലോട്ട് പോകുന്നത്. ലൈറ്റിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായ ലൈറ്റിംഗ്. കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും ഒരേ സമയത്ത് തരുന്ന ഈ ലൈറ്റുകൾ കാണുമ്പോൾ വണ്ടി 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 പിടിപ്പിക്കുന്നു. സൈഡിൽ പൂക്കൾ. നീ തന്നെ പറയും എന്താണ് ലൈറ്റ് ഈ മാസം ലൈറ്റുകളുടെ പ്രത്യേകത? ഈ മാസം ലൈറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് ദിസ് മന്ത് ഈസ് കോൾഡ് ഹാലാ ഫെസ്റ്റ്. നമ്മുടെ നാഷണൽ ലാൻഡ് ലിബറേഷൻ ഡേ ഈ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. അതും അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ 25, 26 ഈ ദിവസങ്ങളോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ലൈറ്റ് ഷോ, ഡിഫറെന്റ് ഷോ, എയർ ഷോസ്, അങ്ങനെ പല ഷോസ് ആണ് നമ്മളിവിടെ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാം ഗൈസ്. വെറൈറ്റി തരത്തിലാണ് കുറെ തരം ആൾക്കാർ വരുന്നുകൊണ്ട് വീട് കാണാനും കുറെ തരത്തിലുള്ള സാധനങ്ങൾക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ മാസത്തെ ഹാല ഫെബ് ഇവർ ലൈറ്റ് ഷോയോട് തുടങ്ങി എയർ ഷോയോട് നിർത്തി ആണ് ഇവർ ഈ പരിപാടിയുടെ തുടക്കം അവസാനമാക്കുന്നത്. പക്ഷെ ഈ 25, 26 ദിവസങ്ങളിൽ മഹാഗംഭീര പരിപാടികളായിരിക്കും എന്നതിൽ നമ്മൾ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല ഗൈസ്. മൊത്തം കളർ ലൈറ്റിംഗ് ആണ് ഗൈസ്. ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് അവർ തന്നിരിക്കുന്ന ഒരു എൻട്രി ഗേറ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറി ചെന്ന് നോക്കാം. കയറി ചെന്ന് കഴിയുമ്പോൾ അടുത്തത് വീണ്ടും ഒരു ഡോറാണ്. പക്ഷെ ആ ഡോർ വഴി തൽക്കാലം നമ്മൾ പോകുന്നില്ല, എല്ലാവരും വന്നിച്ച് പോകാൻ പറ്റി. നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഒരു ബോട്ട് ആണ് നമ്മുടെ. എല്ലാത്തിനും ഒരു അർത്ഥങ്ങളുണ്ടല്ലേ? അതെ, എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളാണ്. വിനോദസഞ്ചാരികൾ ഇവിടെ വിനോദത്തിനും ആഹ്ലാദത്തിനുമായി വന്നിട്ടുണ്ട്. നമ്മൾ അപ്പുറം ലൈറ്റ് ഷോസ് ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, നമ്മൾ അതും കാണുന്നതായിരിക്കും. ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. നോക്കാം അപ്പനാണ് അതാണ് ആ സന്തോഷം. ഇത് കാണുമ്പോൾ മനസ്സിൽ വരുന്നതാണ് ഒരു കുളിർമ, അതാണ് വൈബാണ്. ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. പ്രാചീന കുവൈറ്റിലെ മെയിൻ തൊഴിലുകളാണ് അപ്പുറം കാണിച്ചിരുന്ന ബോട്ടിംഗ് ഒക്കെ. അവരുടെ ജീവിത ശൈലിയാണ് ഇവിടെ. അവരെ ഇതുപോലെ കൊടില് കെട്ടി ഒട്ടകത്തിലും ചെറു ഫ്ലാസ്കിലൊക്കെ ആയിട്ട് ചെറിയ അന്നത്തെ ഫ്ലാസ്കുകളിലൊക്കെ വെള്ളം ശേഖരിച്ചിരുന്ന ഒരു പ്രാചീന ആ കാണുന്ന രണ്ട് പുല്ലിന്റെ മറ്റേ നടന്നു പോകുന്ന ഫ്രണ്ടിൽ നടന്നു പോകുന്ന ആ ആൾക്കാർ നമ്മുടെ കൂടെ വന്നവരാണ്. വഴി തെറ്റി നടന്നു പോവുകയാണ് എന്നാണ് തോന്നുന്നത്. ഫ്രണ്ട് നടന്ന ഓടുന്ന പയ്യൻ നമ്മുടെ കൂടെ തന്നെയാണ്. ഇതിനെപ്പറ്റി നീ കാര്യം പറഞ്ഞു. നമ്മള് എന്തുകൊണ്ട് ഇത് ആഘോഷിക്കുന്നു? ഇത് ആഘോഷിക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ നല്ല രസമായിരിക്കും. നിങ്ങൾ ഹാപ്പി ആയി. സൈമൺ നീ ഹാപ്പി അല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. എടാ മോനെ ഹാപ്പി അല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. എടാ മോനെ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി. അതാണ് ഗൈസ് സ്വർണ്ണ മരങ്ങള് കാണാൻ ഗൈസ്. അന്നത്തെ ബോട്ടിങ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. കടലിനെയാണ് അതെ ഗൈസ്. അത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇതെന്ന് പറയുന്നത് ശംഖാണല്ലോ. ഒരു ഷെല്ലാണ് ഈ കാണുന്നത് ഷെല്ല്. പിന്നെ ആ മഞ്ഞ എന്നൊക്കെ പറയുന്ന ഫിഷാണ് ഗൈസ്. അതെ ഗൈസ്, ഫിഷ്. അതായത് വെള്ളത്തിൽ കിടക്കുന്ന ജീവികളും വസ്തുക്കളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് കുവൈറ്റിലെ ഇതാണ് പണ്ടത്തെ കപ്പൽ അല്ലേ? അതെ ഗൈസ്. ഇതായിരുന്നു ഇവരുടെ മെയിൻ മാർഗം. ഫിഷിംഗ് ആണ്. ഫിഷിങ്ങും ഷെല്ല് പേൾ മാർക്കറ്റിംഗും ആയിരുന്നു അവരുടെ മെയിൻ ബിസിനസ്. ഇത് മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് അല്ലേ? അതെ. എണ്ണപ്പാടങ്ങളും പിന്നെന്താ ഫിഷിങ്ങിന് ശേഷമാണ് എണ്ണപ്പാടങ്ങൾ വരുന്നതെന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥ കൂടിയാണ് ഗൈസ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാണ് ഗൈസ്. നമുക്ക് അപ്പുറത്തോട്ട് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറം കുറേ ലൈറ്റ് വർക്ക്സ് ഉണ്ട്, പാച്ച് വർക്ക്സ് ഉണ്ട്.
അവിടെയൊക്കെ ഉണ്ട്. അങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഇതെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അവരുടെ ഫ്ലാഗാണ് നമുക്ക് കാണാൻ കഴിയും. വൻ ജനപ്രവാഹമാണ് ഇവിടെ. നമ്മൾ അപ്പുറത്തോട്ടൊന്നും പോയില്ല എന്നത് ഒരു സത്യാവസ്ഥയാണ്. ആ ഒരു ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഗംഭീരമായ രീതികളിലാണ് അവിടെ ലൈറ്റ് നടത്തിയിരിക്കുന്നത്, ലൈറ്റ് വർക്ക്സ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോറിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഓക്കെ കാണാൻ ഗൈസ്. അങ്ങും കുറെ നാട്ടിൽ ഓണം, വിഷു, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ കുവൈറ്റിൽ നാഷണൽ ഡേ ഇങ്ങനെ പറഞ്ഞാണ് ഇവർ ആഘോഷിക്കുന്നത്. അതെ ഗൈസ്. നമ്മുടെ സ്ഥലം എവിടെ? ഇത് മഹബുള്ള എങ്ങാണ്ടാണ്. അവിടെ അഹമ്മദിയിലാണ് ഗൈസ്. അഹമ്മദി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗൈസ്. ഇപ്പോൾ സമയം 11:45 ഗൈസ്. 11:45 ഇവിടെ ആൾക്കാർ കുറവൊന്നുമില്ല. ആൾക്കാരുടെ തിക്കും തിരക്കും കൊണ്ട്. എന്തുകൊണ്ട് ആൾക്കാർ രാവിലെ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഉത്തരവാണ്. കാരണം ലൈറ്റാണ് ഇവിടെ കാണാനായിട്ട് പ്രത്യേകിച്ചുള്ളൂ. അല്ല വേറെ ഒരു തേങ്ങയില്ല. ഈ നാട്ടിൽ പോലിക്ക് നിൽക്കുന്നെങ്കിൽ ഓർമ്മ മനസ്സിലായി അത്രേ ഉള്ളൂ. കണ്ട അന്ന് എനിക്ക് തോന്നുന്നു അവർ ഓരോ സമയത്ത് അവർ ഉപയോഗിച്ച സംഭവങ്ങളാണ്. ഇത് കുത്തുവിളക്ക്. ഇത് കുത്തുവിളക്കല്ലേ? അത് മറ്റേ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഹിസ്റ്റോറിക്കലായ പേരുകളൊന്നും നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിലും ഇതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ പോലും കിണറുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് കുവൈറ്റിലെ പണ്ട് കിണറുകളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിലെ കിണറുകളാണ്. ഈ വന്നിരിക്കുന്ന ആൾ നമ്മുടെ കൂടെ വന്ന ആളാണ്. നമ്മുടെ സ്വന്തം ശ്രീതങ്ങളാണ് ഗൈസ്. എൻ്റെ അച്ഛനാണ്. അതെ, ചേട്ടൻ്റെ അച്ഛൻ കൂടിയാണ്. അപ്പൊ നമുക്ക് ആ കിണറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാം. കിണറിന്റെ ഉള്ളിലേക്ക് തൽക്കാലം ഈ കിണറിന്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് കാണാം. പക്ഷെ അതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾ. ഇനി അപ്പുറമുണ്ട്, അവിടെ ഇതൊക്കെ നല്ല രീതിയിലാണ്. അത് നിങ്ങൾ കാണേണ്ടതാണ്. ഞാൻ കാണിച്ചിരിക്കുമെന്നതിൽ നോ ഡൗട്ട്. ഗായ്സ്, നമ്മുടെ കുഞ്ഞിനെ അങ്ങോട്ട് അവനെ ആകാംക്ഷ കൊണ്ട് മുൾമുനയിൽ നിന്ന് അവനെ ഓടുകയാണ് അങ്ങോട്ട്. പക്ഷെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവൻ കാട്ടിൻ്റെ ഇടയിൽ കൂടെ അവിടെ എവിടെയോ പതുങ്ങിയിരുന്നുകൊണ്ട് പുള്ളിപ്പുലിയെ പോലെ പാഞ്ഞു വരുന്നത് കാണാം. അത്രയൊക്കെയാണ് ഗായ്സ്. ഇനി അപ്പുറത്തോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗായ്സ് അങ്ങ് അത് ഒരു ബിസിനസ് ഓണറിൻ്റെ ബിൽഡിംഗ് തന്നെയാണ്. അവിടെ ഇതുപോലെ ലൈറ്റ് വർക്ക്സ്, ഇത് ഹാല ഫെബിന് ഒരു മെയിൻ ഐറ്റമാണ് ലൈറ്റ് വർക്ക്സ് ഷോ എന്നുള്ളത്. അത് പക്ഷേ എല്ലാ തവണയും വെവ്വേറെ രീതിയിലായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ കാണുന്നത് നമ്മുടെ മനസ്സ് നിറയ്ക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഗൈസ്, നമ്മളിവിടുന്ന് തുടങ്ങുന്നു. അവിടെ എന്താണ് ഗൈസ് ഒരു ഓൾഡ് ഹെവൻ, ഓൾഡ് കുവൈറ്റ് എന്നാണ് ഗൈസ്. അത് മെയിൻ റോഡാണ്. ആ റോഡിൽ നിന്ന് വരുമ്പോൾ സൈഡിലോട്ട് എഴുതി കാണിക്കുന്നത് ഓൾഡ് കുവൈറ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം പഴയ കുവൈറ്റിലെ കാഴ്ചകളാണ്. അതെ ഗൈസ്, നമുക്ക് ആ ബോർഡ് പുതിയ കുവൈറ്റിലെ കാഴ്ച കണ്ടത് നിജം, കാണാത്തത് പോയി എന്ന് പറഞ്ഞതുപോലെ ആണ്. ഇത് കറക്റ്റ് എറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓൾഡ് കുവൈറ്റ് ആണ് നമ്മൾ ആ കണ്ടത് മൊത്തം. ഇപ്പോൾ കുവൈറ്റ് അവൻ്റെ എടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ന്യൂ കുവൈറ്റിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കുവൈറ്റിലെ മെയിൻ തിങ് ആണ് കുവൈറ്റ് അവർ എന്ന് പറയുന്നത്. സിറ്റിയിൽ ഇത് കാണാൻ വേണ്ടി മാത്രം എന്തോരം പേര് വരുന്നുണ്ടെന്നറിയാമോ?
കുറേ പേര് ഫോട്ടോ എടുക്കാനായിട്ട്. അല്ലാതെ ടവർ, ഇതൊക്കെയാണ് അവരുടെ ആർട്ട് ക്രിയേഷൻസ്. ഇത് നമ്മുടെ വാട്ടർ ടാങ്കാണ് ഗൈസ്. നമ്മൾ വെള്ളം പിടിച്ചു വെക്കുന്ന ഇതിലാണ്. വെള്ളയും നീലയും തന്നെയാണ് അതിൻ്റെ കളറും. I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born. അപ്പോൾ നമ്മൾ വീഡിയോ തൽക്കാലം ഇവിടെ ഉള്ളത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്പുറം കാണിച്ചു, ന്യൂ കുവൈറ്റ് കാണിച്ചു, ഓൾഡ് കുവൈറ്റ് കാണിച്ചു. ഇത്രയേ ഉള്ളൂ ഇവിടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും. ഓക്കെ.